നമസ്കാരം. 14കാരിയോട് ലൈംഗികാതിക്രമം കാണിക്കുകയും മൊബൈൽ ഫോണിൽ അശ്ലീല വീഡിയോകൾ അയച്ചു കൊടുക്കുകയും ചെയ്ത കേസിൽ ഒന്നാം പ്രതിയായ ലാബ് ഉടമയെ പോലീസ് പിടികൂടി. ഓമല്ലൂർ ആറ്റരികം ചെറിയമംഗലത്ത് വീട്ടിൽ അജിത് സി കോശിയാണ് അറസ്റ്റിലായത്. കൈപ്പട്ടൂരിലെ ആസ്റ്റർ ലാബിന്റെ ഉടമയായ ഇയാൾക്കെതിരെ കുട്ടിയുടെ മൊഴിപ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ അമ്മയ്ക്ക് നാട്ടിൽ ജോലിയുണ്ട്. പിതാവ് വിദേശത്ത് ജോലിയാണ്. പ്രതിയുടെ അതിക്രമം സംബന്ധിച്ച് അറിഞ്ഞിട്ടും ബന്ധപ്പെട്ട നിയമസ്ഥാപനങ്ങളെ അറിയിക്കാതെ മറച്ചുവച്ചതിന് മാതാപിതാക്കളെ 2ഉം 3ഉം പ്രതികളാക്കിയാണ് പോലീസ് കേസെടുത്തത്. കുട്ടി 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ കഴിഞ്ഞ 17 വരെയുള്ള കാലയളവിലാണ് സംഭവം നടന്നത്. ലാബിൽ വച്ച് കുട്ടിയുടെ ദേഹത്ത് പ്രതി കയറി പിടിച്ച് ലൈംഗിക അതിക്രമം കാണിച്ചു. വിവരം മാതാപിതാക്കളെ അറിയിച്ചപ്പോൾ ഇയാളെ താക്കീത് ചെയ്തു. മേലിൽ ആവർത്തിക്കില്ല എന്ന് ഉറപ്പു നൽകിയ പ്രതി പിന്നീട് മാതാപിതാക്കളുടെ അറിവോടെ കുട്ടിക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തു. തുടർന്ന് ഫോണിലേക്ക് അശ്ലീല വീഡിയോകളും ചിത്രങ്ങളും സന്ദേശങ്ങളും നിരന്തരം അയക്കാൻ തുടങ്ങി. വീഡിയോ കോളിലൂടെ സംസാരിക്കുകയും ശബ്ദ സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തു. ഇക്കാര്യവും പെൺകുട്ടി അമ്മയോട് പറഞ്ഞുവെങ്കിലും പോലീസിലോ മറ്റോ അറിയിക്കാതെ മറച്ചുവെച്ച് വീണ്ടും ഇയാളെ താക്കീത് ചെയ്തു. പ്രതി തുടർന്നും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതായുള്ള വിവരം 19-ന് ക്ലാസ് ടീച്ചറെ കുട്ടി അറിയിച്ചു. ക്ലാസ് ടീച്ചർ ചൈൽഡ് ലൈനുമായി ബന്ധപ്പെട്ട് കുട്ടിയെ വൺ സ്റ്റോപ്പ് സഖി സെന്ററിൽ എത്തിക്കുകയും അവിടെ നിന്ന് പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു. പോക്സോ നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരവും IT നിയമം അനുസരിച്ചും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. SI KR രാജേഷ് കുമാറാണ് കേസെടുത്തത്. കേസിൽ അജിത് കോശി 1ാം പ്രതിയും കുട്ടിയുടെ അമ്മയും അച്ഛനും യഥാക്രമം 2ഉം 3ഉം പ്രതികളാണ്. പ്രതിയുടെ ഫോൺ വിളി വിവരങ്ങളും ലൊക്കേഷനും ജില്ലാ പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ ലഭ്യമാക്കിയപ്പോൾ തിരുവനന്തപുരത്തുണ്ടെന്ന് മനസ്സിലാക്കി. തുടർന്ന് തിരുവനന്തപുരം പൂജപ്പുരയിൽ നിന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. പൂജപ്പുരയിലെ ഒരു സ്വകാര്യ ആശുപത്രിയുടെ സമീപത്തു നിന്നാണ് ഇയാളെ പിടികൂടിയത്. കുട്ടി ഉപയോഗിച്ച മൊബൈൽ ഫോണും പ്രതിയുടെ മൊബൈൽ ഫോണും പോലീസ് കണ്ടെടുത്തു. കുട്ടിയുടെ മൊഴി JFM കോടതിയിൽ രേഖപ്പെടുത്തി. പത്തനംതിട്ട പോലീസ് ഇൻസ്പെക്ടറുടെ ചുമതല വഹിക്കുന്ന മലയാലപ്പുഴ SHO BS ശ്രീജിത്തിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടിയത്. പോലീസ് സംഘത്തിൽ SI KR രാജേഷ് കുമാർ, CPOമാരായ രഞ്ജിത്ത്, ബിപിൻ എന്നിവരാണ് ഉണ്ടായിരുന്നത്.